ക്ലാസ് 9 മലയാളം കേരള പാഠാവലി ഭാഗം 2 പേജ് 85 മധുരക്കിഴങ്ങിൻ്റെ രുചി. വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ദിവസം ഞാൻ ബേഡഡുക്കയിലുള്ള എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതായിരുന്നു. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് ഒരു കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ നടന്ന് കവുങ്ങിൻ തോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും കുറേ ആളുകൾ ധൃതിയിൽ നാട്ടിക്കണ്ടത്തിന് നേരെ ഓടിപ്പോകുന്നത് കണ്ടു. പച്ചക്കറികൾ വളർന്ന് കണ്ണെത്താ ദൂരത്തോളം പച്ച നിറം വ്യാപിച്ചു കിടക്കുന്ന വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെയും കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണും, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്കുമേൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കി. പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്ത് ഒരു ദുരന്തം നടന്നതിൻ്റെ മ്ലാനതയൊന്നും കാണാനില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാനും അങ്ങോട്ട് വെച്ചു പിടിച്ചു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ നിരാശപ്പെടുത്തി. കുറേ പേർ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട്. ഇത് കാണാനാണോ ആളുകൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറികളും മധുരക്കിഴങ്ങുകളും മുതിരയും ചെറുപയറുമൊക്കെ കൃഷി ചെയ്യും. ഇതിലെന്താണിപ്പോൾ ഇത്ര അത്ഭുതം? അത്ഭുതമുണ്ട്, ചെറിയോനേട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ പ്രായം കുറഞ്ഞ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് അദ്ദേഹം. കാര്യം പിടികിട്ടാതെ ഞാൻ ചെറിയോനേട്ടനെ നോക്കി. ചെറിയോനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തെ അത്ഭുതത്തിൻ്റെ പരകോടിയിലെത്തിച്ച, മരണത്തിനുമേൽ ജീവിതത്തിൻ്റെ വിളവെടുപ്പ് നടത്തിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അച്ഛനും അമ്മയും ഇല്ലാത്ത 2 അനാഥ കുട്ടികൾ. അവർക്കൊരു അമ്മയുണ്ടായിരുന്നു, പേര് നാരായണി. ഇവർക്ക് പുറമെ 2 പെൺമക്കൾ കൂടി നാരായണിക്കുണ്ട്, രുക്മിണിയും രാഗിണിയും. അവർ അമ്മയോട് തങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചിട്ടില്ല. അവർ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. രുക്മിണിയെയും രാഗിണിയെയും വിവാഹം കഴിച്ച പുരുഷന്മാരും അത് ചോദിച്ചിട്ടില്ല. നാരായണി കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു. അവർ അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ വെണ്ണീറിട്ട് നിരന്തരം കഴുകുകയും പഴങ്കഞ്ഞി കുടിക്കുകയും ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കിണ്ണത്തിൽ പകർന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മ ചോയ്ച്ചിക്കും 100 കഴിഞ്ഞ അമ്മൂമ്മ കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും കൊടുക്കുകയും ചെയ്യും. രാഗിണിയും രുക്മിണിയും ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു, കഥ പറഞ്ഞു, സ്കൂളിൽ പോയി ഒന്നിച്ചിരുന്ന് പഠിച്ചു. 7ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും രാഗിണിയും അത് കഴിഞ്ഞ് രുക്മിണിയും പഠനം നിർത്തി തുന്നലിനും ബീഡിപ്പണിക്കുമൊക്കെ പോയി തുടങ്ങി. 2 പേരെയും കാണാൻ ചന്തമുള്ളതുകൊണ്ട് ആലോചനയുമായി ആദ്യം വന്ന പയ്യന്മാർക്ക് തന്നെ നാരായണി 2 പേരെയും കെട്ടിച്ചു കൊടുത്തു. അവരുടെ കല്യാണത്തിന് പണവും പച്ചക്കറികളും അരിയും പൈസയുമായി കഴിയുന്ന വിധത്തിലൊക്കെ നാട്ടുകാർ സഹായിച്ചു. 2 മക്കളും പോയപ്പോഴാണ് നാരായണിക്കൊരാലോചന വന്നത്. ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നാരായണി പിടിച്ചു നിൽക്കാൻ നോക്കി. ചോയ്ച്ചിയും കുഞ്ഞമ്മയും ചത്തുപോയാൽ നീ ഒറ്റയ്ക്കാവൂലേ? 2 പെൺമക്കളെയും മംഗലം കഴിച്ചു കൊടുത്തില്ലേ? ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി? ചിലർ പറയുന്നത് ശരിയാണെന്ന് നാരായണിക്ക് തോന്നി. ഒരു ദിവസം നാരായണിയെ കുറച്ച് അകലെ നിന്ന് വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഒരു 60കാരനാണ്, പക്ഷേ നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യനാണ്. പ്രഗത്ഭനായ ആശാരി, കാഴ്ചയിൽ പക്ഷേ വളരെ ദുർബലൻ. ഇതിനകം ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾ അയാളെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. തൻ്റെ സൗന്ദര്യവുമായി ചേർത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിലും ആ മനുഷ്യൻ്റെ കൂടെ നാരായണി പോയി. അയാളിൽ നാരായണിക്ക് 2 മക്കളുണ്ടായി. ആ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും. സുജിത്തിന് 6 വയസ്സായപ്പോൾ നാരായണിക്ക് അജ്ഞാതമായ ഏതോ രോഗം പിടിപെട്ടു. 4ാമത്തെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയവും കുറ്റബോധവും ആശാരിയെ പിടികൂടി. വൈകാതെ നാരായണി മരിച്ചു. സുജിത്തും സുനിതയും അനാഥരായി. അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അതിനകം
മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ മരിച്ചുപോയിരുന്നു. പറക്കമുറ്റാത്ത പേരക്കുട്ടികളെ പോറ്റാൻ 75കാരിയായ ചോയിച്ചി അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി. പുളിച്ച കഞ്ഞിയും പഴകിയതും ഒരിക്കലും പാകമാകാത്തതുമായ ഉടുപ്പുകളുമായി തിരിച്ച് കൂരയിലെത്തി. പാകത്തിനനുസരിച്ച് സുജിത്ത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു. ചെറിയോനേട്ടൻ കാണുന്നതിന് മുമ്പ് അതുങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. മുടിവെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെ നടക്കുന്ന സുജിത്തിന് ദാനം കിട്ടുന്ന വസ്ത്രങ്ങൾ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ ആ രൂപം വളരെയേറെ സഹായിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ എന്ന് ചോദിച്ച് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി മണ്ണുണ്ട്, അതിൽ കപ്പയിട്ടെങ്കിലും അവറ്റകൾ ജീവിച്ചോളും. പക്ഷേ ദൈവം ചോദിച്ചിയുടെ വിളി കേട്ടില്ല. പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു. മരണത്തിൻ്റെ ആഘാതത്തിൽപ്പെട്ട് കണ്ണീര് പോലും പുറത്തു വരാത്തവണ്ണം ആ കുട്ടികൾ മരവിച്ചുപോയി. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയുടെ 5 സെൻറ്റ് മണ്ണ് മാത്രം. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെൻറ്റ് മണ്ണും മാത്രം. ആശാരിയുടെ സ്വത്തൊക്കെ മറ്റ് 3 ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മുമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ച് ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തി കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കുമിളുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തെരിപ്പോടെ നോക്കി നിന്നു. സുജിത്ത് തവര പൊട്ടിച്ചുകൊണ്ട് വന്ന് ഉപ്പിട്ട് 3 നേരവും കഴിച്ചു. ചോദിച്ച് ആഗ്രഹിച്ചിരുന്നതുപോലെ ഒരു ദിവസം അവന് ചായ്പിൽ വെച്ച തൂമ്പ എടുത്തുയർത്താൻ പറ്റി. അപ്പോഴേക്കും വയലുകൾ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ച് കാശ് കൊടുത്ത് 4-5 മാസത്തേക്ക് വയൽ പാട്ടത്തിനെടുത്തിട്ടാണ് ആളുകൾ കൃഷി ഇറക്കുക. സുജിത്തും സുനിതയും വയൽവരമ്പിലിരുന്ന് നിരാശരായി. കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വയൽ പാട്ടത്തിനെടുക്കാൻ കാശ് എവിടെ? അങ്ങനെയാണ് അവർ ചെറിയോനേട്ടനെ കാണുന്നത്. വെറുതെ ചോദിച്ചതാണ്. ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല. നിങ്ങളെ കണ്ടത്തിൽ ഞാൻ കുറച്ച് കേങ്ങ് നട്ടോട്ടെ? സുജിത്ത് ചോദിച്ചു. ചെറിയോനേട്ടൻ ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ട നീ എടുത്തോടാ. ചെറിയോനേട്ടൻ കുറേ വയൽ കഷണങ്ങൾക്കിടയിൽ നിന്നും തൻ്റെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടി. സുജിത്തിനും സഹോദരിക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാലത്ത് മുതൽ അസ്തമിക്കും വരെ അവർ 2 പേരും ചെറിയ തൂമ്പയും കൈക്കോട്ടുമായി കഴിച്ചുകൂട്ടി. ദിവസങ്ങൾക്കുള്ളിൽ അവർ വയൽ കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങ് വള്ളികൾ മുറിച്ച് ചാല് കീറി നട്ടു. പഴയ 2 മൺകുടങ്ങൾ ചെറിയോനേട്ടൻ അവർക്ക് നൽകി. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി. മറ്റുള്ളവരെ പോലെ ഈ കുട്ടി കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു. രാത്രി സഹോദരിയെ ചേർത്ത് പിടിച്ച് സുജിത്ത് തൻ്റെ സ്വപ്നം പറഞ്ഞു. കിട്ടുന്ന കേങ്ങിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം. അടുത്ത കൊല്ലം തിന്നാലോ. തവര തിന്ന് എനിക്ക് മതിയായി. അവൾ ചിരിച്ചു. ആദ്യം കേങ്ങുണ്ടാവട്ടെ. കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അതിഴഞ്ഞു പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നത് ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. എന്താ കരയുന്നേ?
സുനിത ചോദിച്ചു. ഞാൻ അമ്മൂമ്മേനെ വിചാരിച്ചു പോയി, അവൻ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു. വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റ് നിറം പരന്നു. ഇനിയും വിളവെടുപ്പിന് ഏതാനും മാസങ്ങളേയുള്ളൂ. അതുവരെ കൃഷിക്കാർ കൊടുത്ത ആഹാരത്തിന് പകരമായി വള്ളികൾ തങ്ങളുടെ വേരുകളിൽ നന്ദി നിറച്ചു വയ്ക്കുന്ന സമയമാണ്. ഒരു കിഴങ്ങ് തൊലി പൊളിച്ച് കടിക്കുമ്പോൾ അതിൻ്റെ പാൽ നീരിൽ നിന്ന് നാവിലേക്കിറങ്ങുന്ന മധുരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സുനിതയുടെ വായിൽ വെള്ളമൂറി. പക്ഷേ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു. ചെടികൾ കരിഞ്ഞു തുടങ്ങി. കണ്ണെത്താ ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിൻ്റെ മഞ്ഞ നിറം വ്യാപിക്കുന്നത് കണ്ട് കൃഷിക്കാർ നെഞ്ചത്ത് കൈവച്ചു. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി. പല പ്രതിമരുന്നുകളും തളിച്ചു നോക്കി, രക്ഷയില്ല. ഈ രോഗം വന്നാൽ വേരുകൾ വലുതായി കിഴങ്ങുകൾ ഉണ്ടാവില്ല. ഇത്തവണത്തെ കൃഷിയിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ കർഷകർ വിധിയെഴുതി. അവർ വെള്ളമൊഴിപ്പും വളം ചേർക്കലും നിർത്തി. സുനിതയ്ക്കും സുജിത്തിനും ഒന്നും മനസ്സിലായില്ല. അവർ എന്നും കാലത്ത് കണ്ടത്തിലിറങ്ങി ചെടികളെ നനച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ മണ്ടത്തരം ഓർത്ത് മറ്റ് കൃഷിക്കാർ ചിരിച്ചു. തങ്ങളുടെ വിശപ്പിനപ്പുറം മറ്റൊന്നും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. വിളവെടുപ്പ് വന്നു. നിരാശരായി തൂമ്പയുമായി ആളുകൾ വയലിലേക്കിറങ്ങി മാന്താൻ തുടങ്ങി. നീണ്ടു പാതി വഴിയിൽ വെച്ച് വളർച്ച മുരടിച്ചു പോയ വേരുകൾ വലിച്ചെടുത്ത് പ്രാഗിക്കൊണ്ട് ഓരോരുത്തരായി വലിച്ചെറിഞ്ഞു. ചിലർ കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും പോയപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്കിറങ്ങി. തൂമ്പ കൊണ്ട് മണ്ണ് നീക്കിയതും ചുവന്ന ശംഖുപോലെ മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ. അവർക്കതിലൊന്നും അതിശയം തോന്നിയില്ല. അവർ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തിട്ടില്ല. ഈ സംഭവം ഗ്രാമത്തിൽ പെട്ടെന്ന് വാർത്തയായി. അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. ആ വിളവെടുപ്പിൽ അവരും ചേർന്നു. കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകൾ അന്വേഷിച്ചു പോയി. ഈ സമയത്താണ് എൻ്റെ വരവ്. ഞാൻ നോക്കി. മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ 2 കുഞ്ഞു കിഴങ്ങുകൾ പോലെ സുജിത്തും സുനിതയും. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മതിരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. പകൽ സ്വപ്നത്തിൽ വെയിൽ കായാൻ വന്ന ഒരു നരി. സന്തോഷ് ഏച്ചിക്കാനം.